നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് കളർഫിറ്റ് വിഷൻ 2 എന്ന് പറയുന്നത്. അതെ ഞാൻ കേട്ടിരിക്കുന്ന ആ ഒരു വാച്ചാണ്. കയ്യിലൊക്കെ കിടക്കുന്നതാണ്, നല്ല രസമൊക്കെ ഉണ്ട്. എന്തായാലും 2999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാനിത് വാങ്ങിച്ചത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോയും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കളർഫിറ്റ് വിഷൻ 2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞത് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. ഇനി മറ്റൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മെയ് 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 6990 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് നമുക്ക് 2990 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. എന്നാൽ 3990 ഇത് മാറാൻ ചാൻസസ് ഉണ്ട്. അതായത് 4000 രൂപയാണ് ഇതിന്റെ നോർമൽ റേറ്റ്. എന്തായാലും 3000 രൂപയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഇത് കണ്ണുമുട്ടി വാങ്ങിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് വർത്ത് ബൈങ് തന്നെയാണ്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. റോസ് പിങ്ക്, ഒലീവ് ഗ്രീൻ, മിഡ് നൈറ്റ് ബ്ലൂ എന്നിങ്ങനെ മറ്റ് കളേഴ്സിൽ, അതായത് 4 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. പൊതുവെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ഒരു സെയിം ഡയലോഗ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. നോയ്സിൻ്റെ പ്രോഡക്റ്റുകൾ അത് ഏതാണെങ്കിലും അത്യാവശ്യം നല്ല ബോക്സിൻ്റെ ക്വാളിറ്റി പോലും നല്ല പ്രീമിയം ആണ്. അപ്പോൾ അതെ ബോക്സ് ആദ്യത്തെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നോയ്സിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് മറ്റൊരു ലെയർ അതിനകത്താണ് ആക്ച്വലി കണ്ടോ വേറൊരു ബോക്സ് ആക്കി വന്നതിന് ശേഷം യൂസർ ഗൈഡ്, അതുപോലെ തന്നെ വാറണ്ടി കാർഡ്, ഒരു നോയ്സിൻ്റെ സ്റ്റിക്കേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കിട്ടുക. വാച്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് അതിൻ്റെ അകത്ത് ഉള്ളിലോട്ടായിട്ട് മാറിയിരിക്കുവാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. കണ്ട വാച്ച് എന്തായാലും അങ്ങ് താഴെ പോയി കിടക്കുമായിരുന്നു. എന്തായാലും ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു ചാർജിങ് അഡാപ്റ്റർ ആണ്. അല്ലാണ്ട് വേറൊന്നും തന്നെ നമുക്ക് ഈ ഒരു വാച്ചിന്റെ കൂടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളതും ലൈറ്റ് വെയിറ്റും ആണ്. വെറും 39 ഗ്രാം മാത്രമാണ് ഈ ഒരു വാച്ചിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കെട്ടിയാലും അങ്ങോട്ട് വാച്ച് കിടക്കുന്ന ഫീൽ പോലും ഉണ്ടാവത്തില്ല. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഈ ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വലത് സൈഡിൽ നമുക്കൊരു ബട്ടൺ കാണാൻ സാധിക്കും. പിറകിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ സെൻസേഴ്സ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗിന്റെ SpO2 അങ്ങനെയുള്ള മറ്റുള്ള സെൻസേഴ്സും ഒക്കെ നമുക്കിവിടെ കാണാം. കൂടാതെ ചാർജിങ്ങിന്റെ പോർട്ടും ഒക്കെ ഉണ്ട്. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ യുണീക്ക് സ്ട്രാപ്പ് ഡിസൈൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ആപ്പിൾ വാച്ചിലൊക്കെ കാണുന്ന അതേപോലത്തെ ഒരു ഡിസൈൻ ആണ്. എന്തായാലും പൊതുവെ നമുക്ക് അങ്ങനെയുള്ള ഡിസൈൻ ആഗ്രഹം ഉണ്ടെങ്കിലും മറ്റേ തേർഡ് പാർട്ടി സ്ട്രാപ്പുകൾ വാങ്ങിച്ചിടേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഇതേ അതുപോലത്തെ ഒരു സ്ട്രാപ്പ് തന്നെയാണ്. നമുക്ക് സ്ട്രെച്ചബിൾ ആണ് ആക്ച്വലി സ്ട്രാപ്പ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലും വേറൊരു സംശയവുമില്ല. എന്തായാലും 22 mm ആണ് കേട്ടോ ഈ ഒരു വാച്ച് സ്ട്രാപ്പിന്റെ സൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് പാർട്ടി മറ്റുള്ള ലെതർ വേണമെങ്കിൽ ലെതർ, അല്ലെങ്കിൽ മറ്റുള്ള കളേഴ്സിൽ വേണമെങ്കിൽ നമുക്കത് സ്ട്രാപ്പുകൾ മാറ്റാൻ സാധിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ നമ്മൾ റോസ് പിങ്ക് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബോഡി എന്ന് പറയുന്നത്, വാച്ചിന്റെ ബോഡി എന്ന് പറയുന്നത് റോസ് പിങ്ക് കളർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മാച്ച് ആയിട്ടുള്ള സ്ട്രാപ്പുകൾ സെലക്ട് ചെയ്യണം. എന്നാൽ ഈ ഒരു ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വാങ്ങിക്കുവാണെങ്കിൽ ബ്ലാക്കിൽ പിന്നെ പൊതുവെ ഏതൊരു കളർ നമ്മൾ ആഡപ്പ് ചെയ്താലും ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രാപ്പുകൾ മാറ്റാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്ലാക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ഓൺ ചെയ്യാം. നോയ്സിന്റെ ലോഗോ കണ്ടു, നോയ്സ് എന്ന് പറഞ്ഞിട്ട് വാച്ച് ഓൺ ആകുന്നുണ്ട്. അപ്പോൾ തന്നെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡൗൺലോഡ് ആപ്പ് ആൻഡ് പെയർ വിത്ത് ഡിവൈസ് ആണ്. അപ്പോൾ നോയ്സ്ഫിറ്റ് ആപ്പ് നമ്മൾ ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതായത് നോയ്സ്ഫിറ്റ് ആപ്പുമായിട്ട് ഈ ഒരു വാച്ച് സിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക മുന്നോട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ആദ്യം വേണമെങ്കിൽ സൈൻ അപ്പ് ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും പെയർ ഡിവൈസ് കൊടുക്കുകയാണ്. പെയർ ഡിവൈസ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒന്നെങ്കിൽ നമ്മുടെ കളർഫിറ്റ് നോയ്സ് വിഷൻ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. വന്നു കഴിഞ്ഞു കളർഫിറ്റ് വിഷൻ 2 എന്ന് പറഞ്ഞിട്ട് അത് ചെക്ക്ഔട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ QR കോഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്കാൻ ചെയ്യാം. അതൊക്കെ തന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ യുവർ ഡിവൈസ് ഈസ് പെയറിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പെയർ വിത്ത് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ യെസ് കൊടുക്കുന്നു. ആഡഡ് സ്റ്റാർട്ട് യൂസിങ് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ച് നോയ്സ്ഫിറ്റ് ആപ്പുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ സമയവും ഡേറ്റും ഒക്കെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 1.72 ഇഞ്ച് AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നത്. 368x448 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ എന്ന്. കൂടാതെ 326 ppi ആണ് പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് 500 നിറ്റ്സ് ഉണ്ട്. അതായത് ഒരു 300 നിറ്റ്സിന് മുകളിലുള്ളതൊക്കെ തന്നെ അത്യാവശ്യം നല്ല സണ്ണി
ഡിസ്പ്ലേയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്, വിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 500 നിറ്റ്സ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സണ്ണി ഡേയ്സിൽ പോലും ഡിസ്പ്ലേ വിസിബിൾ ആയിരിക്കും. ഇനി UIയിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാണുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലിയർ ചെയ്യാം. കൂടാതെ ഏറ്റവും എല്ലാം കൂടി ക്ലിയർ ആണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഞെക്കിയാൽ മതി. അപ്പോൾ കേട്ടോ ക്ലിയർ ആയി. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്, എത്ര മണിയായെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ് ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്നെന്ന് പറയുന്നത് പവർ സേവിംഗ് മോഡാണ്, വേർ ഈസ് മൈ ഫോൺ ഉണ്ട്, ബ്രൈറ്റ്നസ് ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിംഗ്സ് ഉണ്ട്. ഈ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കണ്ടോ ഇതുപോലെ അങ്ങോട്ട് ടാപ്പ് ചെയ്ത് മാറ്റാം. 5 ലെവലിൽ നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ചൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം മ്യൂസിക് കാണാൻ പറ്റും, അതുപോലെ തന്നെ സ്ലീപ്പ് ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ SpO2 മെഷറിംഗ് ഉണ്ട്, സ്ട്രെസ് മെഷറിംഗ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, കൂടാതെ ആക്ടിവിറ്റി. അതിനുശേഷം നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സെയിം സാധനം തന്നെയാണ്, ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ്, സ്ട്രെസ്, SpO2, സ്ലീപ്പ്, മ്യൂസിക്. നമുക്ക് പൊതുവെ അറിയാം ഇവരുടെ UI എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഈ ഒരു ബട്ടൺ നമുക്ക് ജസ്റ്റ് ഞെക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എക്സിറ്റ് അടിക്കണമെങ്കിലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. എന്തായാലും മെയിൻ മെനുവിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നോയ്സ് ഹെൽത്ത് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, വർക്കൗട്ട്, സ്പോർട്സ് റെക്കോർഡ്സ്, വെതർ, റിമൈൻഡേഴ്സ്, മ്യൂസിക്, വാച്ച് ഫേസസ്, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിംഗ്സ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നോയ്സ് ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെയാണ് ആക്ടിവിറ്റി, സ്ലീപ്പ്, SpO2, ഹാർട്ട് റേറ്റ്, ബ്രെത്ത്, സ്ട്രെസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ആ ഒരു സെൻസേഴ്സ് SpO2, ഹാർട്ട് റേറ്റ് ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം നമുക്ക് SpO2 നോക്കാം. പ്ലീസ് വെയർ ഇറ്റ് ടൈറ്റ്ലി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. മെഷറിംഗ് ആണ് കാണിക്കുന്നത്. 99% എനിക്ക് SpO2 വന്നിട്ടുണ്ട്. ഇനി ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നോക്കാം. ടാപ്പ് ടു മെഷർ. 73 കാണിക്കുന്നുണ്ട്, 74 ആയിട്ടുണ്ട്, 75 ആയിട്ടുണ്ട്, 73ലേക്ക് ഇത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്, 72 ആയിട്ടുണ്ട്, 71 ആയിട്ടുണ്ട്, 70 ആയിട്ടുണ്ട്, 69, 75, 67. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി സ്ട്രെസ് മോണിറ്ററിംഗ് നോക്കാം. അപ്പോൾ അതെ സ്ട്രെസ് മോണിറ്ററിംഗ് 48 നോർമൽ എന്നാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്രത്തിലേക്ക് വന്നിട്ട് കുറച്ച് നേരം ബ്രത്ത് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അത് 1 മിനിറ്റ് വേണമെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ് വേണമെങ്കിൽ 2 മിനിറ്റ്, 3 മിനിറ്റ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ്, മോഡറേറ്റ്, സ്ലോ അങ്ങനെയൊക്കെ തന്നെ അവിടെ ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ ഇതിൽ സ്ലീപ്പ് എന്തായാലും നമുക്ക് ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് അത് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മെഡിക്കൽ ഇക്വിപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഉണ്ട്, അത് തന്നെ വാങ്ങിച്ച് ഇതൊക്കെ നമ്മൾ നോക്കുക, അത്രേ ഉള്ളൂ. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലോക്ക് ഉണ്ട്, ക്ലോക്കിൽ അലാം ഉണ്ട്, ടൈമർ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. അതുപോലെ തന്നെ വർക്കൗട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് മോഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതും അവരുടെ കാറ്റഗറീസ് ഇട്ടാണ്. റണ്ണിങ് സ്പോർട്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഔട്ട്ഡോർ റണ്ണിങ്, ഔട്ട്ഡോർ വാക്കിംഗ്, ത്രെഡ്മില്ല്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈക്ലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ സൈക്ലിംഗ് ഉണ്ട്, ഇൻഡോർ സൈക്ലിംഗ് ഉണ്ട്. ഇൻഡോർ സ്പോർട്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മിക്സഡ് എയറോബിക്സ്, സ്ട്രെങ്ത് ട്രെയിനിങ്, അങ്ങനെ കുറേ അധികം നമുക്ക്, അതായത് 30 സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ ഇതിനകത്ത് ഓട്ടോ സ്പോർട്ട് ഡിറ്റക്ഷനും ഉണ്ട്. അത് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് ഓൺ ആക്കാം. അത് നമ്മുടെ ആ ഒരു സെറ്റിംഗ്സ് കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. കൂടാതെ സ്പോർട്സ് റെക്കോർഡ് ഉണ്ട്. അതുപോലെ തന്നെ വെതർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ആപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ വെതർ വരുന്നതാണ്. കൂടാതെ റിമൈൻഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നെക്സ്റ്റിലേക്കും പ്രീവിയസിലേക്കും വോളിയം അപ്പ് ആൻഡ് ഡൗണും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ വാച്ച് ഫേസസ്, ഇത് ഇപ്പോൾ നമുക്ക് 3 ഉള്ളെങ്കിൽ പോലും 100-ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ആപ്പിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് കസ്റ്റമൈസും ഒക്കെ ചെയ്യാം. അതും ഞാൻ ആ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അടിയിലായിട്ട് സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് നമുക്ക് ഓരോ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ 5 ലെവൽ വരെ നമുക്ക് ടാപ്പ് അപ്പും ടാപ്പ് ഡൗണും ഒക്കെ ചെയ്യാം. ബ്രൈറ്റ്നസ് പിന്നെ പൊതുവെ നമ്മൾ നോർമലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കുറച്ചിടുന്നതായിരിക്കും. ബാറ്ററി നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വൈബ്രേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലെവൽ 3 വരെ അപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ലെവൽ 2 ആണ്. ലെവൽ 2 തന്നെ സത്യം പറഞ്ഞാൽ കൂടുതലാണ്. ഞാൻ പൊതുവെ എന്നോട് പേഴ്സണലായിട്ട് പോയിക്കൊണ്ടെങ്കിൽ ഞാൻ ലെവൽ 1 ഇടത്തുള്ളൂ, അത് ഉറപ്പാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ DND, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിസ്റ്റ് വൈക്ക്, ഇപ്പോൾ നമുക്ക് റിസ്റ്റ് വൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കെട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസ്പ്ലേ ഇങ്ങനെ ഓൺ ആവുന്നതാണ്. അതുപോലെ ഓട്ടോ സ്ക്രീൻ ഓഫ് 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ്, 25 സെക്കൻഡ്, 30 സെക്കൻഡ്, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ 30 സെക്കൻഡ്
സെക്കൻഡ് കൊടുത്തേക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ 5 സെക്കൻഡാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സവിശേഷത തന്നെ ഇതിൽ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ നമുക്ക് ഓഫ് സ്ക്രീൻ സൈസ്, അതായത് പോയിന്റർ വേണമെങ്കിൽ പോയിന്റിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിജിറ്റലിലേക്ക് പോകാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പോയിന്റർ തന്നെ കൊടുത്തേക്കുവാണ്. കൂടാതെ ആക്ടിവേഷൻ ടൈം നമുക്ക് ഇവിടെ ഉണ്ട്, അതായത് ഓൾ ഡേ 24 hours നമുക്ക് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കത്തിക്കിടക്കണമെങ്കിൽ കത്തിക്കിടക്കാം. എന്നാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീരും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പകൽ സമയത്ത് മാത്രം, ഇപ്പോൾ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് 8 മണി മുതൽ 10 മണി വരെയാണ്, രാത്രി 10 മണി വരെ. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഓൾ ഡേ കൊടുത്തതിന് ശേഷം ഒന്ന് ഇപ്പോൾ ഓഫ് ആക്കി കാണിച്ചു തരാം ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇതേ അപ്പോൾ നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതേ നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കൂടി എത്രമാത്രം കാണുന്നുള്ള അറിയത്തില്ല, കാരണം ബ്രൈറ്റ്നസ് ഇത്തിരി അങ്ങോട്ട് കുറവാണ് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോയിന്ററിൽ. പക്ഷേ ഡേറ്റും സൺഡേ ആ ദിവസവും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് ആ ഒരു ഡിജിറ്റലും കൂടെ ഒന്ന് നോക്കാം. അതും എങ്ങനെ ഇരിക്കുമെന്ന് അറിയണമല്ലോ. സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അങ്ങോട്ട് ഓണായി വരും. കണ്ടോ 16:25, അതായത് സമയമൊക്കെ കാണിച്ചിട്ട്. അതും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ബ്രൈറ്റ്നസ്സിലല്ല കാണുന്നത്, അത്യാവശ്യം നല്ല ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ്സിലാണ്. എന്തായാലും കാണാൻ പറ്റും കേട്ടോ. ബ്രൈറ്റ്നസ് കുറച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിജിറ്റലിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഒരു സമയം വലുതായിട്ട് എഴുതിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുന്നത്. എന്നാലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സവിശേഷത തന്നെയാണ് ഇതിൻ്റെ. ഇനി നമ്മുടെ മെയിൻ മെനു സ്റ്റൈൽ ഇപ്പോൾ ഗ്രിഡ് ആണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്കുണ്ടെങ്കിൽ ലിസ്റ്റ് വ്യൂയിലോട്ട് ആക്കാം. കൂടാതെ QR കാണാം, ഡിവൈസ് ഇൻഫോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റീബൂട്ട് ഓപ്ഷൻ ഉണ്ട്, പവർ ഓഫ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ റീസെറ്റ് ഓപ്ഷൻ ഒക്കെ ഈ ഒരു സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു UIന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ കൊണ്ട് ഞാൻ പറയുവാണ് നോയ്സ്ഫിറ്റ് ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാന്ന്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ആപ്പിലേക്ക് വരുവാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നതാണ്. ടുഡേ 26 ജൂൺ 2022 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ചലഞ്ചസ് കാണാം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഞാൻ എത്ര പോയിട്ടുണ്ടായിരുന്നു, എത്ര സ്റ്റെപ്സ് നടന്നു, കാലറീസ് എത്ര ബേൺ ആയെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ നടക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം 0 കാണിക്കുന്നത്. കൂടാതെ സ്റ്റെപ്പ് കൗണ്ട്സ്, സ്ലീപ്പ് അവേഴ്സ്, ഡിസ്റ്റൻസ്, ഇതൊക്കെ തന്നെ ആ ഒരു വാല്യൂസ് കാണിക്കാത്തത് നമ്മൾ അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കണ്ടോ, സ്ട്രെസ് കൗണ്ട്, ബ്ലഡ് ഓക്സിജൻ, ഇതൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ ചെയ്തതുകൊണ്ടാണ് ആ ഒരു മെഷർമെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനുള്ള സംഭവമാണ്. അല്ലാണ്ട് ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ഇതിനകത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ഇതിൽ ലോഗോ വരുന്നതാണ്. ഇനി വാച്ച് ഫേസസ് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 100-ൽ പരം വാച്ച് ഫേസസ് ഉണ്ട്. ഇതിൽ തന്നെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇലിസ്ട്രേഷൻ ടൈപ്പ് വേണമെങ്കിൽ അതിലേക്ക് പോകാം, അതല്ല ക്രോണോഗ്രാഫ് വേണമെങ്കിൽ അതിലേക്ക്, മിനിമൽ അനലോഗ് വേണമെങ്കിൽ അതിലേക്ക്, ഏതാണ് അബ്സ്ട്രാക്ട്, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു വാച്ച് ഫേസസ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല നിങ്ങളുടെ ഫോട്ടോ തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ഇടണമെങ്കിൽ ഇത് ആദ്യം കാണാൻ സാധിക്കുന്ന ആ ഒരു കസ്റ്റമൈസ് വാച്ച് ഫേസസിൽ ലെറ്റ്സ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ടെക്സ്റ്റ് അലൈൻമെന്റ് എവിടെയൊക്കെ വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതെ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഒന്നെങ്കിൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോണിന്റെ കളറും ഒക്കെ കൊടുക്കാം. കൂടാതെ അപ്ഡേറ്റ് വാച്ച് ഫേസസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാച്ചിലേക്ക് അത് ആ ഒരു വാച്ച് ഫേസ് അപ്ഡേറ്റ് ആകുന്നതാണ്. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഈ ഒരു കണക്റ്റഡ് ഡിവൈസ് കളർഫിറ്റ് വിഷൻ 2 79% ബാറ്ററി ഉണ്ടെന്നും ലാസ്റ്റ് സിങ്ക് ചെയ്തേക്കുന്നത് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഫേം വെയർ വേർഷനും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലേക്ക് ഞെക്കുവാണെങ്കിൽ അവിടെ ഇത് കണ്ടോ ചെക്ക് ഫോർ അപ്ഡേറ്റ് നമുക്ക് വേണം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ അലേർട്സ്, ഈ നോട്ടിഫിക്കേഷൻ അലേർട്സ് നമ്മൾ ഇവിടെ വന്നിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വാച്ചിനകത്ത് ഇവരിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ, അതായത് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അതർവൈസ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തില്ല. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വാട്സപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടെന്ന് വെച്ചോളൂ, അതിവിടെ വന്നിട്ട് നമുക്ക് ഡിസേബിളും ഇനേബിളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കോൾ വരുന്ന സമയത്ത് നമുക്ക് കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ, കോൾ എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കാണത്തില്ല. കൂടാതെ ഐഡൽ അലേർട്ട് നമ്മൾ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യൂ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ഇതിപ്പോൾ ആക്ച്വലി ഓട്ടോ HR ഓഫ് ആക്കിയിട്ടേക്കുവാണ്. പൊതുവെ നമുക്ക് അതാണ് ബെറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇതൊക്കെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകാൻ ചാൻസസ് ഉണ്ട്. ഗൂഗിൾ ഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ് ഐ മൂവ്മെന്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ ഉണ്ട്, മീൽ റിമൈൻഡർ ഉണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് റിമൈൻഡേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓൺ ആക്കി ഇടാനേ ഉള്ളൂ. ഡ്രിങ്ക് വാട്ടർ ഒക്കെ നമ്മൾ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ കണ്ട 1 hour ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഡ്രിങ്ക് വാട്ടർ ആൻഡ് റിലാക്സ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. കൂടാതെ മെഡിസിൻ റിമൈൻഡർ, അതൊക്കെ തന്നെ എല്ലാം ഞാൻ വീണ്ടും പറയുന്നത് ഇതൊക്കെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റിമൈൻഡർ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെറ്റ് ഡിവൈസ് ടൈം, നിങ്ങൾക്ക് ഫോർമാറ്റ് ഇപ്പോൾ 24 hours വേണമെങ്കിൽ 24 hours പോകാം. ഇത് അതല്ല 12 hours ആണെങ്കിൽ 12 hours. എനിക്ക് ഇഷ്ടം 24 hours ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 24 hours എടുക്കുന്നത്. കൂടാതെ ക്യാമറ ഷട്ടർ, ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണ്ട ക്യാപ്ചറിങ്
പ്ലീസ് വെയിറ്റ്. അപ്പോൾ അതൊരു ജസ്റ്റ് അത്യാവശ്യം നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു ക്യാമറ ഇതിനകത്ത് വന്നേക്കുന്ന ഈ ഒരു ഷേക്ക് ആൻഡ് ക്യാപ്ചർ എന്നുള്ള സംഭവം. കൂടാതെ ഫൈൻ ഡിവൈസ് ഉണ്ട്. ഫൈൻ ഡിവൈസ് നമ്മൾ അതിലേക്ക് ഞെക്കുവാണെങ്കിൽ ഇതിനകത്ത് ആക്ച്വലി സൗണ്ട് വൈബ്രേഷൻ മാത്രമേ വരത്തുള്ളൂ, അല്ലാണ്ട് സൗണ്ട് ഒന്നും കേൾക്കില്ല വാച്ചിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സർഫസിൽ വെച്ചിട്ടുള്ള, അതായത് നമ്മൾ വൈബ്രേറ്റ് ആകുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കുന്ന സർഫസിൽ വെച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് തറയിലൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വൈബ്രേറ്റ് അറിഞ്ഞിട്ട് ഒരു ഉപയോഗം ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ഫൈൻ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ സത്യം പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. കൂടാതെ വെതർ സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ വെതർ അപ്ഡേറ്റ് കൊടുത്താൽ മാത്രമേ നമ്മളുടെ വെതർ ഈ ഒരു വാച്ചിലേക്ക്, നിങ്ങൾ ഓൾറെഡി ആ ഒരു മെയിൻ മെനു ഓപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു വാച്ചിലേക്ക് വരത്തുള്ളൂ. കൂടാതെ മൈ അലാംസ് ഉണ്ട്, അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹാൻഡ് വാഷ് ഉണ്ട്, മൈ റിമൈൻഡേഴ്സ് ഉണ്ട്, ക്വിക്ക് റീപ്ലേസ് ഉണ്ട്. ക്വിക്ക് റീപ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി 5 ഡീഫോൾട്ട് ആയിട്ടുണ്ട്. നമ്മുടെ കോൾ വരുന്ന സമയത്ത് നമുക്ക് കോൾ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കസ്റ്റം ചെയ്യാൻ, ഞാൻ വിളിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അറ്റ് എ ടൈം 5 മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ക്യാൻ ഐ കോൾ യു ലേറ്റർ എന്നൊക്കെയുള്ള രീതിക്ക് അത് വേണമെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെ അൺപെയർ ഡിവൈസ്, നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് അൺപെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആപ്പ് ഒപ്റ്റിമൈസേഷൻ, ഹെൽപ്പ് ആൻഡ് ട്രബിൾ ഷൂട്ട്, മൈ ബഡ്ഡീസ്, ട്രോഫീസ്, ഫാക്ക്, ഹൗ ടു വീഡിയോസ്, കോൺടാക്ട് സപ്പോർട്ട്, വാറന്റി രജിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വാറന്റി രജിസ്ട്രേഷൻ ആക്ച്വലി നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്തതിനു ശേഷം ഇതിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇവരുടെ ആ ഒരു ആപ്പിൽ പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ അപ് ടു 7 days ആണ് ബാറ്ററി ലൈഫ് കമ്പനി പറയുന്നത്. ഈ ഒരു 7 days നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് ഇങ്ങനെ ടോപ്പിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ HR മോണിറ്ററിങ് 24 മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചിട്ടിട്ട് HR മോണിറ്ററൊക്കെ നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന രീതിക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അപ് ടു 7 days വരെ ബാറ്ററി കിട്ടാൻ ചാൻസസ് ഉണ്ട്. 230 mAh ബാറ്ററി കപ്പാസിറ്റി ആണ്. കൂടാതെ അപ് ടു 30 days ആണ് സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് വാച്ച് ആ ഒരു മൊബൈൽ ഫോണിലൊന്നും കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും 30 ദിവസം വരെ ഇതൊക്കെ ഓൺ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ് ടു 2 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത്. ഇത് ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ലോ പവർ അഡാപ്റ്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പവർ ബാങ്കിൽ തന്നെ ലോ പവർ മോഡ് ഉണ്ട്, അത് ഓൺ ആക്കിയിട്ട് നമ്മൾ ചാർജ് ചെയ്യുക. അതർവൈസ് ലാപ്ടോപ്പിലോ PC-ലോ ഒക്കെ നമ്മൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. 5V1 ആണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഇവരുടെ ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഡാമേജ് ആയി പോകാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് ഇവരുടെ വെബ്സൈറ്റ് തന്നെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അതായത് കമന്റ് ആയിട്ട് ചോദിക്കേണ്ട, അതായത് ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കാവോ ഇല്ലയോ എന്നുള്ളത്. ലോ പവർ മോഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് PC ഇതൊക്കെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ 5V1 എന്ന് പറഞ്ഞൊരു അഡാപ്റ്റർ വാങ്ങിച്ചാൽ മതി. IP68ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് നമുക്ക് ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ വേണമെങ്കിൽ പോലും എന്താ പറയുക, നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സ്വിമ്മൊക്കെ ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത് നല്ലത്. എന്നാൽ ഒരു ഹെവി റെയിൻ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കെട്ടിക്കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. IP68 ഉള്ള ഓൾറെഡി നമ്മുടെ വാച്ച്, എൻ്റെ ഡിസോ വാച്ച് പുറകെ ഞാൻ ഹെവി റെയിനിൽ പോയിട്ട് പോലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. 1 വർഷം നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ട്. എന്നാൽ ഇതിൽ വെള്ളം കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ വാറണ്ടി റിക്കവർ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഒക്കെ പോയിട്ട് ഇതുപോലെ ആ ഒരു ഡൈവിനൊക്കെ പോയിട്ട് ഇതുപോലെ യൂസ് ചെയ്തിട്ട് പണി കിട്ടിക്കഴിഞ്ഞാൽ പണി തന്നെയാണ്. പക്ഷേ ഹെവി റെയിനിലൊക്കെ അതിൻ്റെ ഒരു അനുഭവം വെച്ച് പറയുവാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനേ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് 2999 രൂപയ്ക്ക് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആയിട്ടുള്ള ഈ ഒരു റേറ്റിൽ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഉറപ്പായിട്ടും ഞാൻ പറയും, നിങ്ങൾക്കൊരു വലിയ ബിഗ് സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് 2999 രൂപയ്ക്ക് വാങ്ങിക്കുന്നെങ്കിൽ വർത്ത് ബൈങ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. 4000 രൂപയ്ക്ക് പിന്നെ ഇത് വാങ്ങിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം 3500 രൂപയ്ക്ക് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ റിയൽമി ടെക് ലൈഫിന്റെ വാച്ച് 600 വരുവാണ്. അതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 4000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 2999 രൂപയ്ക്ക് അത്യാവശ്യം നല്ല വർത്ത് ബൈങ് ആണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാച്ച് തന്നെയാണ് ഈ ഒരു നോയ്സിന്റെ കളർഫിറ്റ് വിഷൻ 2 എന്ന് പറയുന്നത്. ഡിസോ വാച്ച് പ്രോ എന്ന് പറയുന്നത് 4999 അല്ലെങ്കിൽ 4000 രൂപയ്ക്കാണ് നോർമലി ആ ഒരു ഓഫർ സമയത്തൊക്കെ കിട്ടുന്നത്. അതും ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫാർ ബെറ്റർ ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് നമ്മുടെ ചാനലിനും എനിക്കും തന്നെ നല്ല രീതിക്ക് സപ്പോർട്ടഡ് ആണ്. കാരണം പുതിയ പ്രോഡക്റ്റുകൾ എനിക്ക് വാങ്ങിച്ച് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.